വിവിധ സോളാർ കമ്പനികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്. ഇപ്പോൾ IRTCയുടെ ചുമതലയുള്ള സുരേഷ് സാർ കാലങ്ങളായി എനർജി മാനേജ്മെൻറ്റ് സെൻ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളാണ് സംസാരിക്കുന്നത്. വിവിധ കമ്പനികളുടെ ഇനിഷ്യൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാറും അതുപോലെ സാറിനോട് സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ വ്യക്തത വരുന്നത്. ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. ഈ കാര്യങ്ങളോട് താല്പര്യം കൊണ്ടാണ് ഇവിടെ നിന്ന് എത്തിച്ചേർന്നത്. കമ്പനിയെ പ്രതിനിധീകരിച്ചല്ല. പക്ഷേ പരിശുദ്ധം ഇങ്ങനൊരു സംരംഭം ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെൻറ്റർ പാലക്കാട് IRTC സോളാർ പാനൽ വെച്ച് സ്ഥാപിച്ചു കൊടുക്കുന്നുണ്ട്. അത് കോട്ടയം ജില്ലയിൽ വ്യാപകമായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എങ്കിലും ആവശ്യക്കാരുടെ എണ്ണം അനുസരിച്ച് അത് കൂടുതൽ എല്ലാത്തിൻ്റെയും സബ്സിഡി റേറ്റും മറ്റു കാര്യങ്ങളെല്ലാം നേരത്തെ മാനേജർ പറഞ്ഞ പോലെ സെയിം ആണ്. 78,000 രൂപ സബ്സിഡി കിട്ടും. മറ്റു കാര്യങ്ങളാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മൾ ഗ്രിഡിലേക്കാണ് ഇവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനൽ വെച്ച് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്കാണ് പോകുന്നത്. സാധാരണ ഇപ്പോൾ ഉപഭോക്താക്കൾ വന്നിരിക്കുമ്പോൾ അവർക്കുള്ള ഒന്ന് രണ്ട് സംശയങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഗ്രിഡിലേക്ക് വൈദ്യുതി കൊടുക്കുക എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ് എടുക്കാറുണ്ട്. ഗ്രിഡിലേക്ക് വൈദ്യുതി കൊടുക്കുമ്പോൾ വൈദ്യുതി പോയാൽ, അതായത് ലൈനിലെ വൈദ്യുതി പോയാൽ നമുക്കിത് അവൈലബിൾ അല്ല. ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അവൈലബിൾ ആവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ പിന്നെ രാത്രി കാലങ്ങളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പകൽ മാത്രമേ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച അംഗൻജ്യോതി പദ്ധതി അംഗനവാടികളിലുണ്ട്, സ്കൂളുകളിലുണ്ട്, അതുപോലെ തന്നെ ഇതുപോലെ പഞ്ചായത്ത് ഓഫീസൊക്കെ പ്രവർത്തിക്കുന്ന ആശുപത്രികളൊക്കെ പ്രവർത്തിക്കുന്നത് പകൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളാണ്. അപ്പം പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള പൊതുസ്ഥാപനങ്ങളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അതിനോട് മുൻഗണന കൊടുക്കണം. അംഗൻവാടികൾക്ക് മാത്രമല്ല, മറ്റുള്ള സ്കൂളുകൾ, ആശുപത്രികൾ, നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതെല്ലാം നമ്മൾ പരിഗണനയിലുണ്ട്, നടപ്പായി വരികയാണെന്ന് പറഞ്ഞു. എങ്കിൽ പോലും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ വീടുകൾക്ക് ചെയ്യുന്ന പദ്ധതികൾക്ക് മാത്രമേ നമുക്ക് വൈദ്യുതി ബോർഡിലേക്ക് ഗ്രിഡിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇപ്പോൾ 3 കിലോവാട്ടിൻ്റെ വൈദ്യുതി പദ്ധതി സ്ഥാപിച്ചാൽ 3 കിലോവാട്ടിൻ്റെ ഒരു പാനൽ സ്ഥാപിച്ചാൽ 12 യൂണിറ്റ് വൈദ്യുതിയാണ് ഒരു 24 മണിക്കൂർ പകൽ വൈകുന്നേരം 6 മണി വരെ അല്ല 6:30 വരുന്ന സമയം ഉൽപ്പാദിപ്പിക്കുന്നത് 12 യൂണിറ്റ്. ഈ 12 യൂണിറ്റ് നമ്മൾ 5-6 യൂണിറ്റ് വൈദ്യുതി മാത്രമേ വീട്ടിൽ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ബാക്കി വൈദ്യുതി ബോർഡിലേക്ക് ഗ്രിഡിലേക്ക് കണക്ട് ലൈനിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലൈനിലേക്ക് പോകുന്ന വൈദ്യുതിയാണ് പിന്നെ അത് മാർച്ച് മാസം നമ്മൾ കൺസൾട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച മൊത്തം വൈദ്യുതിയിൽ നിന്ന് ഉപയോഗിച്ച വൈദ്യുതി കുറച്ചിട്ട് ബാക്കി വൈദ്യുതി ബോർഡ് ഗുണഭോക്താവിന് പൈസ റിട്ടേൺ നമ്മുടെ അക്കൗണ്ടിലേക്ക് റിട്ടേൺ കൊടുക്കുകയാണ്. നമ്മൾ അതിനേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നേരത്തെ ഇവർ പറഞ്ഞ കാര്യമാണ്. നെറ്റ് സീറോ കാർബൺ കേരള പദ്ധതി ജനങ്ങളോട് നിങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു പഞ്ചായത്താണ് വില്ലേജ് പഞ്ചായത്ത്. കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രാവർത്തികമാക്കി വരുന്ന പഞ്ചായത്താണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പൈസ തിരിച്ചു കിട്ടുന്നതല്ല, പരമാവധി ഇത് നമ്മൾ ഈ വൈദ്യുതി ഉപയോഗിക്കാനാണ് ഏറ്റവും നേട്ടം. അതായത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അടുക്കളയിലെ വർക്കുകൾ മുൻഗണന കൊടുക്കുന്നത്. അടുക്കള ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ്. സ്ത്രീകളിപ്പോൾ നേരത്തെ വിറകായിരുന്നു, പിന്നെ ഗ്യാസ് വന്നു, ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കർ വന്നു. ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇൻഡക്ഷൻ കുക്കറും മിക്സിയും ഗ്രൈൻഡറും ഒക്കെ ഉപയോഗിക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇലക്ട്രിക്കൽ പരമാവധി ഉപകരണങ്ങൾ ഇലക്ട്രിക്കലിലേക്ക് മാറ്റിക്കൊണ്ട് സോളാർ സ്ഥാപിച്ച ശേഷം ആ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പരമാവധി ഈ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഏറ്റവും നേട്ടമായിരിക്കും. അതുപോലെ തേപ്പെട്ടി ഉപയോഗിക്കുന്നതായാലും മോട്ടോർ വർക്ക് ചെയ്യുന്നതായാലും ഫാൻ വർക്ക് ചെയ്യുന്ന ഫാനാണെങ്കിൽ BLDC ഫാനുകളുണ്ട്. 28 വാട്ട്സ് മാത്രം മതിയാവും. ഇതൊക്കെ 65 വാട്ട്സിൻ്റെ 55 മുതൽ 65 വരെ വാട്ട്സിൻ്റെ ഫാനുകളാണ് ഇപ്പോൾ ഈ ഫാനിൽ വർക്ക് ചെയ്യുന്നത്. അതുപോലെ നേരത്തെ LED ബൾബ് എല്ലാം ഉണ്ട്. ഇതൊക്കെ വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ, ആവശ്യമുള്ളൂ വർക്ക് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് വൈദ്യുതി സേവ് ചെയ്യാൻ പറ്റും. വൈദ്യുതി സേവ് ചെയ്യുന്നതിനോട് നമ്മൾ ചെയ്യുന്നതാണ് നെറ്റ് സീറോ കാർബൺ ഉപയോഗമായിട്ടുള്ള കാര്യം വരുന്നത്. വൈദ്യുതി സേവ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് നേരത്തെ സാർ പറഞ്ഞു, ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് 1 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുമ്പോൾ 1 കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് പുറന്തള്ളുന്നത്. അങ്ങനെ ഓരോ വീട്ടുകാരും ഇങ്ങനെ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുമ്പോഴും ഒരു ബൾബ് ആയിക്കോട്ടെ, ഒരു ഫാൻ ആയിക്കോട്ടെ, തേക്കുപെട്ടിയുടെ ഉപയോഗം ആയിക്കോട്ടെ, മിക്സർ മെഷീൻ്റെ ഉപയോഗം ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജുണ്ട്, അതുപോലെ ഗ്രൈൻഡറുണ്ട്, വാഷിംഗ് മെഷീനുണ്ട്. ഇതൊക്കെ ഡെയിലി ഉപയോഗിക്കുമ്പം നമുക്ക് കണ്ടമാനം വൈദ്യുതിയാണ് അവിടെ ഉപയോഗപ്പെടുന്നത്. അത് പരമാവധി കുറച്ചുകൊണ്ട് അത് കുറയ്ക്കുക മാത്രമല്ല 5 സ്റ്റാർ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. 5 സ്റ്റാർ ഉപകരണങ്ങളാണ് ഏറ്റവും കുറച്ച് വൈദ്യുതി ഉപയോഗിക്കുന്നത്. ചില ഇനിഷ്യൽ കോസ്റ്റിന് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. 5 സ്റ്റാർ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതിയുടെ ഉപഭോഗം കുറയ്ക്കുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമിഷൻ നമ്മൾ വളരെ കുറയാനായിട്ട് നമ്മൾ ഓരോരുത്തരും ഭാഗഭാക്കാവുകയാണ്. അങ്ങനെ ചൂണ്ടിക്കാണിക്കും.
സവിത കമ്പനിയുടെ MD പ്രിയപ്പെട്ട രാജേഷ് സാറിനെ സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. പദ്ധതികളെ സംബന്ധിച്ചും മറ്റ് വിശദ വിവരങ്ങളെല്ലാം സൂചിപ്പിക്കും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ സെൻട്രൽ ബാങ്ക് മാനേജർ സൂചിപ്പിച്ചതുപോലെ ഇവരുമായി ബന്ധപ്പെട്ടാണ് അവരുടെ ബാങ്ക് വായ്പകളുമെല്ലാം നിലനിൽക്കുന്നത്. അവരുടെ പദ്ധതികളെ സംബന്ധിച്ച് സൂചിപ്പിക്കും. ഒപ്പം തന്നെ ഈ ശില്പശാലയിൽ ഇന്ന് പങ്കെടുക്കുന്നവർക്കായി നമ്മുടെ പഞ്ചായത്തിന് വേണ്ടി ഒരു പ്രത്യേക സ്കീം കൂടി ഇവർ ഇവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇവിടെ രാജേഷ് സാർ സൂചിപ്പിക്കും. താങ്ക് യു സർ. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു കമ്പനിയുടെ പ്രതിനിധിയാണ്. കുറേ പഞ്ചായത്തുകളും സഹകരണ ബാങ്കുകളും ഒക്കെ ആയിട്ട് അഗ്രിമെൻ്റ് ഒക്കെ സൈൻ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ഇന്ന് എനിക്ക് തോന്നുന്നു സാറെ കുറിച്ച് ഒരു വാക്ക് പരാമർശിക്കാതെ എനിക്ക് എൻ്റെ കടമയിലേക്ക് കടക്കാൻ പറ്റാം. വളരെ വിഷണറി ആയിട്ടുള്ള ഒരു ലീവ് അല്ലേ? തീർച്ചയല്ലേ? നന്നായിട്ട് എന്താ വെളിയന്നൂർ പഞ്ചായത്ത് എനിക്ക് തോന്നുന്നു വരും വർഷങ്ങളിൽ കേരളത്തിൽ തന്നെ ഒരു മാതൃകയായി മാറാവുന്ന ഒരു പഞ്ചായത്തായി മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയും നല്ലൊരു മിഷണറിയായിട്ട് വരുന്നു. പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ഞാനിതിവിടെ നിൽക്കുന്നത് സവിത്ര സോളാർ സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ എറണാകുളം ബീച്ച് സൈഡിലെ ഒരു കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണ്. സാറ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ വെളിയന്നൂർ പഞ്ചായത്തിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു സ്കീം ഇന്നിവിടെ പ്രഖ്യാപിക്കുകയാണ്. നേരത്തെ സാറിനൂടെ സൂചിപ്പിച്ച 3 കിലോവാട്ട് പുരപ്പുറ സോളാർ സ്ഥാപിക്കുന്ന കുടുംബങ്ങൾക്ക് ഒപ്പം ഒരു 100 ലിറ്ററിൻ്റെ സോളാർ വാട്ടർ ഹീറ്റർ സൗജന്യമായി നൽകുക. ഈ സോളാർ പവർ പ്ലാന്റ് നമ്മൾ സ്ഥാപിക്കാനുള്ള എന്തിനു വേണ്ടിയാണ് സ്ഥാപിക്കുന്നത്? കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് മുന്നിലുള്ള പ്രാസംഗികരോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. എന്തായാലും നമുക്കൊരു കാര്യം തീർച്ചയാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാക്കുന്ന ഒരു സംവിധാനമല്ല. തീർച്ചയാണോ? എന്തിനു വേണ്ടിയാണ് പിന്നെ നമ്മൾ സോളാറിലേക്ക് മാറുന്നത്? 0 കാർബൺ എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണോ? അല്ല. 2000 രൂപക്ക് മുകളിൽ KSEB ബില്ല് വരുന്ന എത്ര കുടുംബാംഗങ്ങൾ ഇവിടെ ഉണ്ട്? ഒരൊറ്റൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ 5 വർഷം പുറകോട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കറണ്ട് ബില്ല് എത്രയായിരുന്നു എന്നൊന്ന് ഊഹിക്കാൻ പറ്റുമോ? 5 വർഷം ബാക്കിൽ എന്തായാലും ഒരു 1000-ൽ താഴെയായിരുന്നോ? 1000-ൽ താഴെയായിരുന്നു. എല്ലാ വർഷവും KSEBയുടെ എനർജി കോസ്റ്റ് 5% വെച്ച് കൂടിക്കൊണ്ടിരിക്കുക. അത് മാത്രമാണ് കാര്യം. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും ഹയസ്റ്റ് KSEB ബില്ലായിരുന്നു നമ്മൾ കൊടുത്തത്, അല്ലേ? നമ്മുടെ ഉപയോഗവും ഇലക്ട്രിസിറ്റി ഉപയോഗവും നാൾക്ക് നാൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് 2000 രൂപയുടെ ബില്ലടയ്ക്കുന്ന കുടുംബങ്ങൾ അടുത്ത 10 വർഷത്തിന് ശേഷം എത്ര രൂപ കൊടുക്കേണ്ടി വരും? ഐഡിയ ഉണ്ടോ? ഒരു 5% വെച്ച് KSEB കൂടുന്നത്, മിനിമം ഒരു 10% വെച്ചിട്ട് നമ്മുടെ കൺസപ്ഷൻ കൂടുന്നുണ്ട്. എന്ത് ചെയ്യാനും ഒരു 8000 രൂപക്ക് മുകളിൽ നിങ്ങൾ ബില്ല് പേ ചെയ്യേണ്ടി വരും. അതായത് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയിൽ തന്നെ വരും കാലങ്ങളിൽ ഈ എനർജി കോസ്റ്റ് ബാധിക്കാൻ പോവുകയാണ്. ഇത് മാത്രമല്ല, നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ പാരീസ് ഉടമ്പടിയുടെ ഭാഗമായിട്ട് അതാണ് നമ്മൾ ഇന്നിവിടെ ഈ ഒരു ശില്പശാലയ്ക്ക് നടത്തുന്നത്. അടുത്ത അല്ലെങ്കിൽ 2040 ആകുമ്പോഴേക്കും നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോസിൽ എനർജിയിൽ നിന്ന് നോൺ ഫോസിൽ എനർജിയിലേക്ക് സർക്കാർ ഇന്റൻഷ്യലി മാറുകയാണ്. നോൺ ഫോസിൽ എനർജിയിൽ സർക്കാരിന് പ്രൊമോട്ട് ചെയ്യേണ്ട എനർജി റിന്യൂവബിൾ എനർജിയിൽ സോളാർ എനർജി മാത്രമേ ഉള്ളൂ. ഇപ്പോഴും നമ്മുടെ സോളാർ എനർജി നമ്മുടെ ടോട്ടൽ കൺസപ്ഷൻ്റെ എനർജി ഉപയോഗത്തിൻ്റെ 16% മാത്രമാണ് സോളാർ എനർജി ഇന്ത്യയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇത് സർക്കാർ ഇന്റൻഷ്യലി അടുത്ത വർഷങ്ങളിൽ 40% ഉയർത്താൻ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ മാർച്ചിൽ നമ്മുടെ പ്രധാനമന്ത്രി PM സൂര്യഘർ പദ്ധതി ഇവിടെ അനൗൺസ് ചെയ്തത്. കേട്ടിട്ടുണ്ട് നമ്മൾ PM സൂര്യഘർ? ഇന്ന് വരുമ്പോഴും താഴെ കുറേ ബോർഡ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയതാണോ?
അതിന് മുന്നിൽ കേട്ടിട്ടുണ്ട് ഗ്രേസ്. സൂര്യഘർ പദ്ധതി പറയുന്നു, നമ്മൾ 1 കിലോ വാട്ടിന്റെ പുരപ്പുറ സോളാർ സ്ഥാപിക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് MNRE, മിനിസ്ട്രി ഓഫ് ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി വഴി 30,000 രൂപയുടെ സബ്സിഡി നമുക്ക് തരും. 2 കിലോ വാട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ 60,000 രൂപയുടെ സബ്സിഡി നമുക്ക് തരുന്നുണ്ട്. 3 കിലോ വാട്ടോ അതിന്റെ മുകളിലോ നമ്മൾ സ്ഥാപിക്കുമ്പോൾ 78,000 രൂപ മാക്സിമം സബ്സിഡി ആയിട്ട് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മാത്രം സർക്കാർ പ്രഖ്യാപിച്ചു. ഈ MNRE ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ നോഡൽ ഏജൻസിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് KSEB ആണ്. KSEBയുമായി സഹകരിച്ചാണ് ഈ പുരപ്പുറ സോളാർ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. അപ്പൊ നമ്മളിത് ഇതിലേക്ക് പോകുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, സർക്കാർ പ്രഖ്യാപിച്ച ഈ പദ്ധതി ഈ രാജ്യത്തെ 1 കോടി കുടുംബങ്ങൾക്ക് ലിമിറ്റഡ് ആണ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യ എത്രയാ? 145 കോടിയോളം. അതിൽ 1 കോടി കുടുംബങ്ങൾക്ക് മാത്രമേ ഈ സബ്സിഡി ആനുകൂല്യം ലഭിക്കാൻ പോകുന്നു. ഇപ്പോഴും കേരളത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് MNREയുടെ റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ കേരളം 3ാം സ്ഥാനത്താണ്. കേരളത്തിൽ 24,000 കുടുംബങ്ങൾ മാത്രമേ ഈ ഒരു ബെനിഫിറ്റ് ഇപ്പോഴും അർഹത നേടിയിട്ടുള്ളൂ. 24,000 കുടുംബങ്ങൾ മാത്രം. നമുക്ക് മുന്നിൽ മഹാരാഷ്ട്രയും ഗുജറാത്തും ഉണ്ട്. നമ്മൾ ഇതിലേക്ക് വന്നത് ഒന്ന്, ഈ 1 കോടി കുടുംബങ്ങൾക്ക് മാത്രമാണ് ഇത് ലിമിറ്റഡ് ആണ്. രണ്ടാമത്തെ റിസ്ക്, നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറിന് KSEBയുടെ ട്രാൻസ്ഫോമറിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് 100 കിലോ വാട്ടാണ് നിങ്ങളുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി എങ്കിൽ അതിന്റെ 90%ന്റെ 70% ആൾക്കാർക്ക് മാത്രമേ, അത്രയും കിലോ വാട്ട് മാത്രമേ ആ പ്രദേശത്ത് സോളാർ പുരപ്പുറ പദ്ധതി സ്ഥാപിക്കാൻ ഇവിടുത്തെ നോഡൽ ഏജൻസിയായ KSEB പെർമിറ്റ് ചെയ്യത്തുള്ളൂ. നമുക്കിത് സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ KSEBയുടെ അപ്രൂവൽ അല്ലെങ്കിൽ ഫീസിബിലിറ്റി ആദ്യം ലഭിക്കണം. നമ്മുടെ പ്രദേശത്ത് ഒരു ട്രാൻസ്ഫോമറിന് താഴെ 20 കുടുംബാംഗങ്ങൾ പുരപ്പുറ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ആപ്ലിക്കേഷൻ പോവുകയാണ് KSEB റിജക്ട് ചെയ്യും. ഓർക്കുക, വൺസ് നമ്മളിത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ലൈഫ് അടുത്ത 30 വർഷത്തേക്കാണ്. നിങ്ങൾ ഇത് സ്ഥാപിക്കുമ്പോൾ നിങ്ങൾ ചെലവാക്കുന്ന തുക അത് ഒരു അപ്രോക്സിമേറ്റ്ലി 3-3.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞാലുള്ള അടുത്ത 27 വർഷം, ഇതിന്റെ ലൈഫ് സർക്കിൾ സയൻസ് പറയുന്നത് 30 to 40 years ആണ്. അടുത്ത 27 വർഷം നമ്മുടെ വീട്ടിൽ എനർജി കോസ്റ്റ് 0 ആയിരിക്കും. നല്ല കാര്യമാണോ? KSEB ബില്ലിനെ പേടിക്കണ്ട അല്ലേ? 5% കൂടുന്ന പ്രശ്നമില്ല. വീട്ടിൽ ഒരു AC പകരം 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല, 0 കോസ്റ്റാണ്. അത് മാത്രമാണ് നമ്മളെ ഈ ഒരു ഇത് പ്രകാരം സർക്കാരിന്റെ 0 കാർബൺ പ്രകാരം നമ്മളെ റോഡിലുള്ള വാഹനങ്ങൾ അടുത്ത 5-10 വർഷം കൊണ്ട് എല്ലാം ഇലക്ട്രിക് ബൈക്കിലേക്ക് മാറാൻ പോവുകയാണ്. വീട്ടിലൊരു കാർ അല്ലെങ്കിൽ ബൈക്ക് വാങ്ങിച്ചിട്ട് KSEBയുടെ ലൈനിൽ പ്ലഗ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭമായിരിക്കുമോ? ഒരിക്കലുമല്ല അല്ലേ? പെട്രോളിന്റെ കോസ്റ്റിന്റെ അത്ര തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് മാറുമ്പോൾ നമ്മുടെ വീട്ടിൽ സോളാർ പവർ പ്ലാന്റ് ഇല്ല എങ്കിൽ നിങ്ങൾക്കത് എക്സ്പെൻസീവ് ആവും. ഇപ്പം ഇത് സ്ഥാപിക്കുക, ഞാൻ ഈ പഞ്ചായത്തിന് അല്ലെങ്കിൽ പ്രസിഡന്റിന് ഇത് പറയാൻ കാരണം വിഷ്ണു ലീഡർ എന്ന് പറയാനുള്ള ഒരു റീസൺ അതാണ്. സാർ ഇപ്പോഴേ തന്നെ അടുത്ത 5-10 വർഷം മുന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകും. അടുത്ത 27-30 വർഷം നമ്മളെ എനർജി കോസ്റ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് മാത്രമല്ല, KSEB വൈദ്യുതി ബില്ല് മാത്രമല്ല നിങ്ങൾക്ക് 0 ആവുന്നത്. നിങ്ങളെ കൺസപ്ഷൻ പ്രൊഡക്ഷൻ നമ്മൾ പവർ പ്ലാന്റ് വെച്ചിട്ടുള്ള പ്രൊഡക്ഷൻ കൂടുതലും നിങ്ങളെ കൺസപ്ഷൻ കുറവുമാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാസ്, വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് അല്ലേ, നമ്മൾ മാസത്തിൽ 1-2 കുറ്റികൾ വാങ്ങിക്കുന്നുണ്ടാവും. അതിന് പകരം ഇൻഡക്ഷൻ കുക്കറിലേക്ക് നിങ്ങൾക്ക് മാറാം. ഗ്യാസിൽ നിന്ന് വരുന്ന കാർബൺ എമിഷൻ 0ലേക്ക് കൊണ്ടുവരാം. ഒപ്പം ഗ്യാസിന്റെ കോസ്റ്റ് ലാഭിക്കാം. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു പവർ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത സ്ട്രോങ് ആവുകയാണ്. അതിന് കിട്ടിയിരിക്കുന്ന ഒരു നല്ലൊരു ചാൻസ് ആണ് ഈ 78,000 രൂപയുടെ സബ്സിഡിയും ഒപ്പം നമ്മൾ സവിത്ര സോളാർ
നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 100 ലിറ്ററിന്റെ വാട്ടർ ഹീറ്റർ. ആ വാട്ടർ ഹീറ്ററും അടുത്ത 20 വർഷത്തേക്ക് ആയുസ്സുള്ള അല്ലെങ്കിൽ വാറണ്ടിയുള്ള ഒരു സാധനമാണ്. ഇനി സോളാറിനെ കുറിച്ച് നേരത്തെ പൊതുവായുള്ള കുറച്ച് സംശയങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് 3 ടൈപ്പ് സോളാർ പവർ പ്ലാന്റുകളാണ് ലഭ്യമായിട്ടുള്ളത്. ഒന്ന് ഓൺ ഗ്രിഡ്, സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചത്. ഓൺ ഗ്രിഡ് പേര് സൂചിപ്പിക്കുന്ന പോലെ, ഓൺ ഗ്രിഡ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഈ പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ KSEB ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന എനർജി ഇലക്ട്രിക് സപ്ലൈ അവിടെ DC സപ്ലൈ ആണ്. അത് നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ട് ഇത് സപ്ലൈ DC-നെ AC-ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഇൻവെർട്ടറാണ്. ഒരു ഇൻവെർട്ടർ വെച്ചിട്ട് നമ്മൾ വീട്ടിലേക്കും വീടിൽ നിന്നുള്ള ഉപയോഗം കഴിഞ്ഞ് കൂടുതലുണ്ടെങ്കിൽ KSEB ലൈനിലേക്കും കയറ്റി വിടും. നേരത്തെ ഇവിടെ പറഞ്ഞു 3 കിലോ വാട്ട് നമ്മൾ സാധാരണ ഒരു കുടുംബത്തിന് റെക്കമെൻഡ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ബില്ല് 2000 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഐഡിയലി 2 കിലോ വാട്ട് മതി. പക്ഷെ 3 കിലോ വാട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച തന്നെ ഓരോ വർഷം കഴിയുന്തോറും നമ്മളെ കൺസപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ 3 കിലോ വാട്ടിൽ എത്ര പേർക്കറിയാം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എത്ര യൂണിറ്റ് വൈദ്യുതി ഡെയിലി ഉപയോഗിക്കുന്നുണ്ടെന്ന്? ആർക്കെങ്കിലും അറിയോ? സാറേ അറിയോ? എത്ര യൂണിറ്റ് ഉണ്ട് സാറേ? 4 യൂണിറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. ഗ്രേറ്റ്. അത്രയൊക്കെ ഉള്ളൂ അല്ലേ? ഗ്രേറ്റ്. ഏറ്റവും മിനിമം നിങ്ങളൊക്കെ ബോധവാന്മാരാണ്. എത്ര ഒരു യൂണിറ്റിന് കറണ്ടിന് നിങ്ങൾ കൊടുക്കുന്ന കാശ് എത്രയാണെന്നറിയോ? എത്ര രൂപ കൊടുക്കുന്നുണ്ട്? സാറ് നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ സ്ലാബ് അനുസരിച്ച് ചിലപ്പോൾ 6 രൂപ 20 പൈസയോളം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ 3 കിലോ വാട്ട് ആണെങ്കിൽ അതിൻ്റെ ഏവറേജ് പ്രൊഡക്ഷൻ പെർ ഡേ ഏവറേജ് പ്രൊഡക്ഷനാണ് 12 യൂണിറ്റ്. അത് ഈ മഴക്കാലത്തൊക്കെ 12 10 യൂണിറ്റിലേക്ക് വരാം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ 15-16 യൂണിറ്റ് ഉണ്ടാവും. ഏവറേജ് എന്ന് പറയാൻ കാരണം ഡിവൈഡ് ബൈ 365 ഡേയ്സ് ആണ്. ഇപ്പോൾ സാറിപ്പോൾ സൂചിപ്പിച്ച പോലെ പറഞ്ഞതുപോലെ സാറ് 3 കിലോ വാട്ടിൻ്റെ പവർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തു. സാറിൻ്റെ കൺസപ്ഷൻ 4 യൂണിറ്റ് തന്നെ. ബാലൻസ് എത്ര യൂണിറ്റ് വരുന്നുണ്ട്? 8 യൂണിറ്റ് ബാലൻസ് വരുന്നുണ്ട്. ഈ 8 യൂണിറ്റ് KSEBയുടെ ഒരു ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, സോളാർ ബാങ്കിങ് എന്ന് പറയും. ഈ സോളാർ ബാങ്കിങ്ങിലേക്ക് 8 യൂണിറ്റ് ക്രെഡിറ്റ് പോവുകയാണ്. സോളാർ ബാങ്കിങ്ങിൻ്റെ ടൈം നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ പോലെ തന്നെ ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെ. ഇപ്പം നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എനർജി സോളാർ ബാങ്കിങ് ആയിട്ട് KSEBയിൽ ക്രെഡിറ്റ് വരുന്നു. ഇത് അവർ മാർച്ച് 31 വെച്ച് സെറ്റ് ഓഫ് ചെയ്യുന്നു. ഇപ്പോഴെല്ലാവർക്കും പൈസ ക്രെഡിറ്റ് കൊടുക്കുകയാണ്. അങ്ങോട്ട് കൊടുത്തിരിക്കുന്ന എക്സസൈസ് കൊടുത്തിരിക്കുന്ന സപ്ലൈക്ക് ഒരു യൂണിറ്റിന് 3 രൂപ 10 പൈസയാണ് കഴിഞ്ഞ വർഷത്തേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് എല്ലാ വർഷവും റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിക്കുന്നതാണ്. നമ്മൾ വാങ്ങിക്കുന്നത് എത്ര രൂപക്ക? എത്ര രൂപയും വീട്ടിൽ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഏകദേശം 6 രൂപ 20 പൈസ. നമ്മൾ തിരിച്ചു കൊടുത്താൽ എത്ര തിരിച്ചു കിട്ടും? കച്ചവടം ലാഭമാണോ? ലാഭമാണ് KSEBക്ക് അല്ലേ? KSEBക്ക് ലാഭമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. KSEB കുറേയേറെ സൗകര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ഈ പോകുന്ന ലൈന്, പ്രസരണ, അഷ്ടമി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ KSEB സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KSEBക്ക് തരാൻ പറ്റുന്നുള്ളൂ. മാത്രമല്ല നമ്മൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കുന്ന കറണ്ട് KSEB 9 രൂപ 50 പൈസക്ക് വാങ്ങിച്ചിട്ടാണ് നമുക്ക് 6 രൂപ 20 പൈസക്ക് തരുന്നത്. KSEBക്ക് കുറേ കോസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എക്സസ് വൈദ്യുതി ഉണ്ടായിട്ട് KSEBക്ക് കൊടുക്കുന്നത് നല്ല കാര്യമല്ല. സാറ് നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് 2 മീറ്ററിൻ്റെ സോളാർ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ മീറ്ററിൽ നമ്മളെ പ്രൊഡക്ഷനും കാണാം, നമ്മളെ കൺസപ്ഷനും കാണാം. പ്രൊഡക്ഷൻ കൂടുതലും കൺസപ്ഷൻ കുറവുമാണെങ്കിൽ നമ്മൾ കൂടുതൽ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീട്ടിലെ ഫാനും ലൈറ്റ് മുഴുവനായിട്ട് ഉപയോഗിക്കുക. AC വഴിക്ക് രാത്രി മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ 3 മണിക്കൂർ ഉപയോഗിക്കുന്നത് ത്രൂ ഔട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരു AC കൂടെ ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കാം. വീട്ടിലെ വണ്ടി പെട്രോളിന് EVയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ നമ്മളെ കൺസപ്ഷൻ 10-12 യൂണിറ്റ് 10 യൂണിറ്റിലേക്കെങ്കിലും നിങ്ങൾ എത്തിക്കുക മിനിമം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളെ എനർജി കോസ്റ്റ് പല മേഖലയിലും നമ്മുടെ കുടുംബത്തിൻ്റെ സേവിങ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് ഓൺ ഗ്രിഡ് സംവിധാനം ചെയ്യുന്നത്. ഇനി ഇവിടെ അടുത്തൊരു കേസ് അതുപോലെ തന്നെ അടുത്തൊരു കേസ് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ഏവറേജ് 12 യൂണിറ്റ്. നമ്മുടെ ബില്ല് 0 ആണ്. വീട്ടിലെ മക്കൾ പറഞ്ഞു അച്ഛ എൻ്റെ റൂമിലേക്കും AC വേണം. അച്ഛനെന്ത് കരുതി? കാശ് 0 ആണ്, KSEBയിലേക്ക് കാശ് കൊടുക്കേണ്ടിയില്ല, കറണ്ട് ഉണ്ട്.
നമ്മൾ എ സി ഒന്നുകൂടെ വാങ്ങിച്ചു വെച്ചു, മകനും കൊടുത്തു എ സി. കുട്ടികളല്ലേ, ലീവ് ദിവസം ത്രൂ ഔട്ട് ഡേ മുഴുവനും രാത്രിയും പകലും ഉപയോഗിച്ചു, കറണ്ട് ബില്ല് അങ്ങോട്ട് കൂടി. അപ്പോൾ 12 യൂണിറ്റ് നമ്മുടെ പ്രൊഡക്ഷനുള്ളൂ. പ്രൊഡക്ഷൻ ഒരു കാരണവശാലും കൂടുന്നില്ല. 12 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്ത സമയത്ത് നമ്മളെ കൺസപ്ഷൻ 20 യൂണിറ്റായി, 8 യൂണിറ്റ് കൂടുതലാണ്. ഇവിടെ എന്താ സംഭവിക്കുക? ഈ 8 യൂണിറ്റ് നമുക്ക് തരുന്നത് KSEB ആണ്. KSEB എടുക്കുകയാണ്, എക്സ്ട്രാ വരും. അപ്പോൾ നമുക്ക് ഈ 8 യൂണിറ്റ് ബില്ല് വരും. ഏത് കേസിൽ? സോളാർ ബാങ്കിങ്ങിൽ നമ്മളെ യൂണിറ്റ് ക്രെഡിറ്റ് ഇല്ലാത്ത കേസിൽ നമുക്കിവിടെ KSEB ബില്ല് തരും. അതായത് നമ്മളെ പ്രൊഡക്ഷൻ കൂടുതലാണ്, നമ്മൾ KSEBയിലേക്ക് കൊടുക്കും. നമ്മളെ കൺസപ്ഷനേക്കാളും കുറവാണ് പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ വൈദ്യുതി KSEBയിൽ വാങ്ങിക്കും, അതിന് ബില്ല് വരും. ഇപ്പോഴും നമുക്ക് KSEB ബില്ല് വരുന്നത് 2 മാസത്തിൽ ഒരു തവണയാണ്. ഇനി ഇത് സ്ഥാപിച്ച മന്ത്ലി ബില്ലിങ്ങിലേക്ക് പോകും നിങ്ങൾ. അവിടെ മിനിമം മീറ്റർ കോസ്റ്റ് ഒരു 100-200 രൂപയുടെ ചാർജ് മാത്രമേ നിങ്ങൾക്ക് മന്ത്ലി വരുന്നുള്ളൂ. അത് ചെറിയ കാലത്തേക്കല്ല, ഓർക്കുക, നെക്സ്റ്റ് 30 years, അടുത്ത 30 വർഷത്തേക്ക് നിങ്ങൾക്ക് എനർജി കോസ്റ്റേ ചെയ്ത് വരിക. ഇനി രണ്ടാമത്തെ ഒരു പവർ പ്ലാന്റ് ആണ് ഓഫ് ഗ്രിഡ്. സാർ ഇവിടെ പേര് സൂചിപ്പിച്ചു. ഓഫ് ഗ്രിഡ് എന്ന് പറഞ്ഞാൽ ഇത്രയുള്ള പേര് സൂചിപ്പിക്കുന്ന പോലെ KSU ആയിട്ട് ലൈനുമായിട്ട് KSEB ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. പക്ഷെ നമ്മളെ പോലെയുള്ള സ്ഥാപനങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഓൺ ഗ്രിഡ് മാത്രമാണ്. ഓഫ് ഗ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പവർ പ്ലാന്റിൽ നമ്മളെ പാനലിൽ നിന്ന് വരുന്ന സപ്ലൈ നമ്മൾ ഒരു ബാറ്ററി വെച്ചിട്ടില്ല, കുറച്ച് ബാറ്ററി വെച്ചിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. ഈ സ്റ്റോർ ചെയ്യുന്ന ബാറ്ററിയിൽ നിന്നാണ് സപ്ലൈ വീട്ടിലേക്ക് വരുന്നത്. ഈ സപ്ലൈ രാത്രി പവർ പ്ലാന്റിൽ നിന്ന് പ്രൊഡക്ഷൻ ഇല്ല, പക്ഷെ ബാറ്ററി സ്റ്റോർഡാണ്. ബാറ്ററി സ്റ്റോർ ചെയ്ത കറണ്ട് നമുക്ക് ഉപയോഗിക്കാം. ഒരു അഡ്വാൻറ്റേജ്, അടുത്ത വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. പക്ഷെ നമ്മൾ സോളാർ പവർ പ്ലാന്റിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴുള്ള നമ്മളെ അൾട്ടിമേറ്റ് ചെയ്യും നമ്മളെ എനർജി കോസ്റ്റ് 0 ആക്കുക മാത്രമാണ്. ഓഫ് ഗ്രിഡിലേക്ക് വരുമ്പോൾ 4-5 വർഷം കൂടുമ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിക്കൊണ്ടേയിരിക്കണം. അതായത് ബാറ്ററി റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഒരു 0 കോസ്റ്റ് എനർജി എന്നുള്ള കണ്ടീഷനിലേക്ക് അത് പോകത്തില്ല. ഒപ്പം ബാറ്ററി ഉള്ളത് കൊണ്ട് തന്നെ ഇതിന്റെ മെയിൻ്റെനൻസും കുറച്ച് കൂടുതലാണ്, സർവീസ് ഇഷ്യൂസ് കൂടുതൽ വരും. ഓൺ ഗ്രിഡിലാണെങ്കിൽ കമ്പാരിറ്റീവ്ലി സർവീസ് ഇഷ്യൂസ് കാര്യമായിട്ടില്ല. സ്റ്റോറിംഗ് കപ്പാസിറ്റി ബാറ്ററി വേണ്ട, അതിനുള്ള സ്പേസ് വേണ്ട, ഒന്നും വേണ്ട. ആകെ നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ എനർജി മീറ്റിൽ പ്രൊഡക്ഷൻ കുറയാതെ കണ്ടു കഴിഞ്ഞാൽ നോക്കേണ്ടത്, അത് നമ്മളെ പോലെയുള്ള നമുക്കറിയാം, നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് വൈഫൈയിൽ. കുറേയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ നിങ്ങൾ വിളിക്കും. പലപ്പോഴും സംഭവിക്കുക, നമ്മളിത് ഫിറ്റ് ചെയ്ത് ഒരു 5-6 വർഷം കഴിയുമ്പോഴാണ് നമ്മളെ കറണ്ട് അല്ലെങ്കിൽ ഉൽപ്പാദനം കുറയുന്നത്. ഇതിലൊരു ഡിപ്രിസിയേഷൻ ഉണ്ട് പവർ പാനലിൽ. ആദ്യത്തെ വർഷം 1% കുറയും, പിന്നീടുള്ള വർഷങ്ങളിൽ 0.5% കുറയുന്നുണ്ട്. ഒരു 30 വർഷമാകുമ്പോഴേക്കും 87.5% നമുക്ക് എനർജി പ്രൊഡക്ഷൻ വരത്തുള്ളൂ. അതിന് പുറമെ നമ്മൾ വെച്ചു 5-6 വർഷം കഴിഞ്ഞു നമ്മളെ പറമ്പിലല്ല അടുത്ത വീട്ടിലെ ഒരു മാവോ തെങ്ങോ വന്നു നമുക്ക് പാനലിന്റെ മുകളിൽ ഷെയ്ഡ് തരികയാണെങ്കിൽ നമ്മളെ പ്രൊഡക്ഷൻ കുറയും. ഒപ്പം നമ്മൾ ഡസ്റ്റ് കൂടുതലുള്ള അല്ലെങ്കിൽ റോഡിന്റെ പണിയൊക്കെ നടക്കുന്ന സമയം റോഡ് സൈഡിലാണ് നമ്മളെ വീടെങ്കിൽ ഈ ഡസ്റ്റൊക്കെ ഈ പാനലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും പ്രൊഡക്ഷൻ കുറയും. ഇപ്പം നമ്മൾ നിങ്ങളെ അഡ്വൈസ് ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ആൾക്കാരെ സപ്പോർട്ട് ഉണ്ടാവും. ഇത് പലപ്പോഴും നമ്മൾ റെഗുലർലി ഡിപ്പെൻസ് ഓരോ ഏരിയയ്ക്ക് വെച്ചിട്ട് റെഗുലർലി ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം. ഇതാണ് നമ്മൾ ഓൺ ഗ്രിഡിലാണെങ്കിലും ഓഫ് ഗ്രിഡിലാണ്. അപ്പോൾ ഓഫ് ഗ്രിഡിൽ കോസ്റ്റും കുറേ കൂടുതൽ, ഇനീഷ്യൽ എക്സ്പെൻസ് കൂടുതലാണ്. നേരത്തെ ഓൺ ഗ്രിഡിൽ ഞാൻ പറഞ്ഞു ഒരു 3-4 വർഷം കൊണ്ട് നമുക്കിത് ബ്രേക്ക് ഈവൺ ലെവലിലേക്ക് വരും. പക്ഷേ ഇവിടെ ബ്രേക്ക് ഈവൺ കുറേ പീരീഡ് എടുക്കും. കാരണം 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇതിന് ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വേണ്ടിവരും. അടുത്ത ഒരു സിസ്റ്റമാണ് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോഴും പറഞ്ഞ ഓൺ ഗ്രിഡിനും ഓഫ് ഗ്രിഡും കണക്റ്റഡ് ആയിട്ടുള്ള സാധനം. ഓഫ് ഗ്രിഡിന് സബ്സിഡി ഇല്ലേ, ഓൺ ഗ്രിഡിന് മാത്രമേ സർക്കാരിന്റെ സബ്സിഡി ഉള്ളൂ. ഇപ്പോൾ കയ്യിൽ നിന്ന് കാശ് മുഴുവൻ നമ്മൾ തന്നെ ചെലവഴിക്കണം. ഇനി ഹൈബ്രിഡിലേക്ക് വന്ന് അവിടെ സബ്സിഡി ഉണ്ട്, അവിടെയും ബാറ്ററി സ്റ്റോറേജ് വേണം. അതായത് ലൈനിൽ കറണ്ട് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ടാവും. ഓൺ ഗ്രിഡിന്റെ ഏറ്റവും വലിയ പോരായ്മ ലൈനിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത്. ഇവിടെ ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ ലൈനിൽ കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ട്, ലൈൻ ഓഫായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കറണ്ട് ഉണ്ട്. ഇവിടെയും ബാറ്ററി ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് ഓൺ ഗ്രിഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി ഇതിൽ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ ഓരോ 5 വർഷം കഴിയുമ്പോൾ ഇതിന് മെയിൻ്റെനൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ 0 കോസ്റ്റ് എനർജി എന്നുള്ള നിലയിലേക്ക് നമുക്ക് ഹൈബ്രിഡിനും
റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ചില ഏരിയകളിൽ നമ്മുടെ വയനാട്, ഇടുക്കി പോലെയുള്ള ഡിസ്ട്രിക്റ്റുകൾ സപ്ലൈ പോയി കഴിഞ്ഞാൽ 2-3 ദിവസമൊക്കെ കഴിഞ്ഞ് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിതിന് റെക്കമെൻഡ് ചെയ്യാം. അല്ലാത്ത കേസിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഓൺ ഗ്രിഡ് മാത്രമാണ്. ക്ലിയർ ആണോ സർ? എനിക്കിവിടെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. നിങ്ങളൊക്കെ ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയം സാർ പറയാം. ആ ഓക്കെ ഉണ്ട്. ബാറ്ററി നമുക്ക് വെക്കണമെന്നേ ഉള്ളൂ. ബാറ്ററി വെക്കണമെന്ന് മാത്രം. തന്ന വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ഇവിടുത്തെ അംഗങ്ങൾക്കും സെക്രട്ടറിക്കും എല്ലാവർക്കും ഒപ്പം ഇത്രയും സമയം നമ്മൾ ശ്രമിച്ചു നിങ്ങൾക്ക് ഓരോരുത്തർക്കും സവിത്ര സോളാറിന്റെ പേരിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.